നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് കളക്ടറെ കുറിച്ച് നവീൻ ബാബു എന്തെങ്കിലും ഭാര്യ മഞ്ജുഷയോട് പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദിച്ചറിയുക. അതേസമയം ഈ വിഷയത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം, മഞ്ജുഷയും കുട്ടികളും. നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. അതിൽ കളക്ടറെ കുറിച്ച് നവീൻ ബാബു എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതായിരിക്കും അന്വേഷണ സംഘം ചോദിച്ചറിയുക. കാര്യം കളക്ടറുടെ മൊഴി ഇപ്പോഴും നമുക്കൊന്നും ആ മൊഴിയുടെ പൂർണ്ണരൂപം കിട്ടിയിട്ടില്ല. ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നവീൻ ബാബുവിന് എതിരാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ മഞ്ജുഷ നൽകുന്ന മൊഴിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചന അടക്കം ഉൾപ്പെടുത്തണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യവും. അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ് പ്രവീൺ പുരുഷോത്തമൻ ഇന്ന്? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് നവീൻ ബാബുവിൻ്റെ മലാലപ്പുഴയിലെ വീടിന് മുന്നിലാണ്. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ, ഒപ്പം തന്നെ സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി എത്തുകയാണ്. നമുക്കറിയാൻ കഴിയുന്നത് 12 മണിയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ്. പ്രവീൺ ബാബു ഇപ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്താണ് ഉള്ളത്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘവും ഇങ്ങോട്ടേക്ക് എത്തുക. ഇപ്പോൾ പ്രവീൺ ബാബുവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, നേരത്തെ തന്നെ പി ദിവ്യയുടെ ജാമ്യം അത് കിട്ടിയ ആ സംഭവത്തിൽ ഹൈക്കോടതിയിൽ അതിനെതിരെ ഒരു അപ്പീൽ നൽകാനുള്ള ഒരു നീക്കം നേരത്തെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ കുടുംബം പറയുന്നത് അത് തങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഇനിയും അത് അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം പിന്നീട് അത് തീരുമാനിക്കൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അത് വേഗത പോരാ എന്നൊരു അഭിപ്രായം ഈ കുടുംബാംഗങ്ങൾക്കുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഈ സംഭവം നടന്ന് 1 മാസമാകുന്നു, അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഈ അന്വേഷണം എങ്ങനെയാണ് പോകുന്നതെന്ന് ഈ കുടുംബാംഗങ്ങൾ കൃത്യമായും വിലയിരുത്തും. ഒരുപക്ഷെ അന്വേഷണം മന്ദഗതിയിലാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ സെഷൻസ് കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയെ തന്നെ ഈ വിഷയത്തിൽ സമീപിക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രധാനമായും ഇന്ന് മൊഴി എടുക്കുമ്പോൾ മഞ്ജുഷയുടെയും ഒപ്പം തന്നെ പ്രവീൺ ബാബുവിൻ്റെയും മൊഴി എടുക്കുമ്പോൾ കളക്ടറെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. ഒപ്പം തന്നെ ആത്മഹത്യ നടന്ന ദിവസം അതിനു മുമ്പ് നവീൻ ബാബു എന്തൊക്കെ കാര്യങ്ങൾ മഞ്ജുഷയുമായി സംസാരിച്ചിരുന്നു എന്നുള്ള ആ വസ്തുതകളും അന്വേഷണ സംഘം വിശദമായി തന്നെ മൊഴിയെടുക്കും. കാരണം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നവീൻ ബാബു ഭാര്യ മഞ്ജുഷയുമായി ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവിടെ യാത്രയപ്പ് ചടങ്ങിൽ നടന്ന സംഭവങ്ങളൊക്കെ ആ ഫോൺ കോളിൽ സംസാരത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് മനോദുഃഖമുണ്ടെന്ന് മഞ്ജുഷയെ അറിയിച്ചിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദിച്ചറിയും. ഒപ്പം തന്നെ പ്രവീൺ ബാബുവിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി അന്വേഷണ സംഘം എടുക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അത് ത്വരിതഗതിയിലല്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആദ്യമായാണ് മലാലപ്പുഴയിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ഈ സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഏതായാലും വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് തന്നെ നടക്കും. ഈ ആത്മഹത്യ നടന്നതിന് ശേഷം സംസ്കാര ചടങ്ങിൻ്റെ അന്ന് കണ്ണൂർ പോലീസ് ഇവിടേക്ക് എത്തിയിരുന്നു. അന്ന് ഭാര്യ മഞ്ജുഷയുടെ മൊഴി എടുത്തിരുന്നു. ഒപ്പം തന്നെ പ്രവീൺ ബാബുവിൻ്റെയും നവീൻ ബാബുവിൻ്റെ സുഹൃത്തുക്കളുടെയും മൊഴി അന്ന് കണ്ണൂർ പോലീസ് എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഏതായാലും ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെ കുടുംബം ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള നിയമ നടപടികളുമായിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോവുക. ഇനിയിപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞ് ഒരു കാലാവധിയുണ്ട് അത് സമർപ്പിക്കുന്നതിന്. ഒരുപക്ഷെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ വൈകുകയാണെങ്കിൽ കുടുംബം ഉറപ്പായും സെഷൻസ് കോടതിയെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയെയോ സമീപിക്കും എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ച ആ നടപടിക്കെതിരെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. കാരണം ഹൈക്കോടതിയെ സമീപിച്ചാൽ വീണ്ടും ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവ് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴുള്ള നിയമ നടപടികൾ അത് കുടുംബാംഗങ്ങൾക്ക് ദോഷകരമായി വരും. അപ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെയാണ് നിയമ നടപടികളുമായി കുടുംബാംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. 12 മണിയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ മലാലപ്പുഴ വീട്ടിലേക്ക് എത്തും.